ഹായ് ഫ്രണ്ട്സ്, റംസാൻ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി ഒരു ട്രൈപോഡ് ഓർഡർ ചെയ്തിരുന്നു, അത് എത്തി. അപ്പോൾ നമ്മുടെ സാധനം വന്നിട്ട് ഈ ഒരു വലിയ ബോക്സാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ നമ്മുടെ കൂട്ടുകാരും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. വലിയ പെട്ടിയാണ്. അമ്പോ, ഇത് ചരിച്ചെടുക്കണം, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, കിട്ടി. ഇതുണ്ട് അത്യാവശ്യം. ഇതാണ് ഇത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല, അപ്പൊ നമുക്ക് ഇത് കളയാം. ഓക്കെ, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ട്രൈപോഡ്. അഡോഫിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ട്രൈപോഡാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് തുറക്കുമ്പോൾ ആദ്യം തന്നെ വാറണ്ടി കാർഡാണ്. അതിൻ്റെ ഫുള്ള് ചൈനീസാണ് എഴുതിയിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമില്ല. അടുത്തതായി നമ്മുടെ ട്രൈപോഡ്. ഇത് അവര് അതിൻ്റെതായ കവറിലാണ് നമുക്ക് തരുന്നത്. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല. അത്യാവശ്യം നമുക്ക് തോളിലൊക്കെ ഇട്ട് കൊണ്ട് പോകത്തക്ക രീതിയിലാണ് അവർ ഇതിൻ്റെ കൂടെ ബാഗൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതെന്താണെന്ന് നമ്മളെ ഐറ്റം ഒന്ന് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അഡോഫിക്സ് എന്ന് പറയുന്ന കമ്പനി. ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു മൊബൈൽ ഹോൾഡറും കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പർപ്പസ് നമുക്ക് മാറ്റിക്കാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇതിവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് നമ്മൾ റിലീസ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ വാട്ടർ ലെവൽ വരുന്നുണ്ട്. നമ്മളെ ഇത് വെച്ചിരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി ഇതിൻ്റെ 3 കാലും നിൽക്കുന്ന പൊസിഷൻ. പിന്നെ ഇവിടെ ഒരു വാട്ടർ മാർക്ക് വരുന്നുണ്ട്. വാട്ടർ ലെവൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ഈ ട്രൈപോഡിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഈ ട്രൈപോഡിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡ് ഗ്രിപ്പ് അവർ നമുക്ക് തരുന്നുണ്ട് എളുപ്പത്തിൽ ക്യാരി ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു സ്ലീവ്, നമ്മളെ 3 സൈഡിൽ ട്രൈപോഡിൻ്റെ കാലിൻ്റെ മുകളിൽ ഗ്രിപ്പ് സ്ലീവ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ഗ്രിപ്പിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലൂസ് ലോക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. നമ്മൾ അത് തുറന്നതിന് ശേഷം ഇവിടെ ഇപ്പുറത്ത് ഇതേപോലെ ഒരു ലോക്കുണ്ട്. അത് നമ്മളൊന്ന് ഉയർത്തുക. എന്നിട്ട് നമുക്ക് ഇനി ക്യാമറ സൈസ് കൂട്ടണം. നമുക്കിനി ഇപ്പം ഒരു സ്റ്റേജ് കുറച്ചും കൂടെ ഹൈറ്റിലാണെങ്കിൽ, ട്രൈപോഡിനെ കുറച്ചും കൂടെ ഹൈറ്റ് വേണമെങ്കിൽ നമ്മൾ ഇത് ഒന്ന് കറക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങും. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഇത് വരെയാണ്. ഇത് നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം അതേ പോയിന്റിൽ പിടിച്ചതിന് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇനി റിട്ടേൺ വരത്തില്ല. ലോക്ക് ഓപ്പൺ ആയിരുന്നാലും റിട്ടേൺ വരത്തില്ല.
അഥവാ ഇനി ലോക്ക് ഓപ്പൺ ആണെങ്കിൽ ഇത് തിരിച്ചു വരും. അങ്ങനെ വിടാൻ പാടില്ല, ഇത് കംപ്ലൈൻ്റ് ആവും. ഇത് വെച്ച രീതിക്ക് തന്നെ നമ്മൾ തിരിച്ചെടുക്കും. ഇത് ലോക്ക് ഇടുക ഇവിടെ. പിന്നെ അടുത്തതിൻ്റെ ഫെസിലിറ്റി വന്നിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് നമ്മൾ ലൂസാക്കി വെച്ചതിന് ശേഷം നമുക്കിത് കറക്കി ഓരോ സൈഡിലോട്ട് ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സൈഡിലോട്ട് വാട്ടർ മാർക്ക് നോക്കിയതിന് ശേഷം നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്ന് ഇനി കറങ്ങത്തില്ല. പിന്നെ അടുത്തത് നമ്മൾ ഇവിടെ ഈ ഒരു ഹാൻഡിൽ തന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് കറക്കിയതിന് ശേഷം നമുക്കിത് പൊക്കാനും താക്കാനും പറ്റും. നമ്മളിപ്പോൾ ഇത് പൊക്കി ഈ ഒരു ലെവലിലാണ് വെച്ചെങ്കിൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അത് പൊങ്ങത്തില്ല, മറ്റേ ലോക്ക് വെച്ചോളൂ കറങ്ങുന്നത്. പക്ഷേ ഇത് നമുക്കിപ്പോൾ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിതാ ഈ ഒരു റെഡ് സ്വിച്ച് ഉണ്ടോ, റെഡ് സ്വിച്ച് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സ്ക്രീൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കിനി അടുത്ത പോർട്രേറ്റ് വീഡിയോ ആണെങ്കിൽ വെർട്ടിക്കൽ ആംഗിൾ വീഡിയോ ആണെങ്കിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് വയ്ക്കുന്നതിന് ശേഷം ഗൈസ് ഇവിടെ നിന്ന് പിടിച്ചാൽ മതി, ഈ ഒരു ലെവലിൽ നിൽക്കും. മൊബൈൽ ഫോൺ ഞാൻ വെച്ച് കാണിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇതിൻ്റെ കൂടെ കിട്ടിയ ഗ്രിപ്പ്, അതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഇത് വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കിട്ടിയ ഗ്രിപ്പ് നമ്മൾ വെക്കണേന്ന് പറഞ്ഞതാ ഇപ്പുറത്തൊരു ലോക്കുണ്ട്. ഇതാണ് ആ ലോക്ക്. ഈ ലോക്ക് നമ്മൾ ബാക്കിലോട്ട് ഒന്ന് ട്രിഗർ ചെയ്യും. എന്നിട്ട് ഇതിനൊന്ന് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്തതിന് ശേഷം വലിച്ചാൽ മതി. അത് അത് നമ്മൾ കിട്ടുക. ഇത് ബാക്കിൽ ഇങ്ങനെ ഒരു നോബുണ്ട്. ഇതവർ തരുന്ന കവറാണ്, ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഒരു ഇതിലോട്ട് ടൈറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ബാക്കിലുണ്ട്. നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ ട്രിഗർ ഈ സാധനം നമ്മളൊന്ന് വലിച്ചു വെച്ചതിന് ശേഷം അതേപോലെ ഒന്ന് കയറ്റി ലോക്കാകുമ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കും. ആ ലോക്ക് വയ്ക്കുക. ഇപ്പം ഇത് ഫിക്സായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒന്നും കൂടെ ഫോൺ ഞാൻ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫോണ് ഇതിനകത്തോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫുൾ സ്ക്രീൻ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് അടുത്ത് ഒരു വെർട്ടിക്കൽ ആംഗിൾ വീഡിയോ ആണ് പോർട്രേറ്റ് മോഡാണെങ്കിൽ നമ്മൾ ഇതിനെ സ്വിച്ച് നോക്കി ഇതിങ്ങനെ ആയി നമുക്കുണ്ടോ. ഇപ്പോൾ വെർട്ടിക്കൽ ആംഗിൾ അപ്പോൾ നമുക്ക് എവിടെ വേണോ കറക്കാം. പൊസിഷൻ വെച്ചതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ കാണിക്കണം ലൂസാക്കിയതിന് ശേഷം താക്കാം. ഇനി പൊക്കി ലോക്ക് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് ചരിച്ച് വെച്ചാൽ ലോക്കായി. ഇനി പൊങ്ങത്തില്ല. ആ റെഡ് സ്വിച്ച് ഒന്ന് നമ്മളേക്ക് ഏത് പൊസിഷൻ വേണം വയ്ക്കാം. കണ്ടോ, താക്കും. അടുത്തതായി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ചല്ല, ഒരു നമ്മൾ ലൂസാക്കിയ ഇതിൻ്റെ ഒരു ലൂസ്നെസ് ആണ്. ഇത് പെട്ടെന്ന് വരും. നമ്മൾ ടൈറ്റാണ് ആക്കണമെങ്കിൽ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ജാമായിരിക്കും ഗൈസ്, പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് ടൈറ്റ് ആയിരിക്കും. നമ്മളിത് എന്ന് വെച്ചാൽ കറക്റ്റ് പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ടൈറ്റ് ചെയ്യാനാണ്. ഇനി ഇങ്ങനെയാണ് ഫോൺ വെച്ചെങ്കിൽ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പൊങ്ങത്തില്ല. അപ്പോൾ ഈ പൊസിഷനിലോട്ട് അത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ അതേപോലെ തന്നെ അത് ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം വെച്ചാൽ അതവിടെ സെറ്റായി. ഇതേപോലെ തന്നെ ഇത് മോഡലിലാണ് ഓക്കെയും ബാക്കിയും കറക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഫോൺ വെച്ച് സെറ്റ് ചെയ്ത്. പിന്നെ ഫ്രണ്ട്സ്, നമുക്ക് ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലേ നമ്മുടെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് ഇളക്കി എടുത്തിട്ട് നമുക്കിത് തിരിച്ചു വേണമെങ്കിലും വെക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ പൊസിഷൻ പറഞ്ഞത്. ഇവിടെയുള്ള ഗ്യാപ്പ് ഈ ഒരു മോഡലാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വെക്കാം. അതും അതേപോലെ ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ ഒന്ന്
അകത്ത് കയറ്റിയതിന് ശേഷം ഇതൊന്ന് ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ തിരിഞ്ഞും ലോക്കായിട്ടുണ്ട്. ഇതിനകത്ത് DSLR നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. ഏത് ക്യാമറ ആണോ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫെസിലിറ്റിയും കാര്യങ്ങളും വന്നിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇത് സെറ്റിങ്സ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് എങ്ങനെ റിലീസ് ചെയ്ത് തിരിച്ച് ഇരുന്ന പോലെ വെക്കാൻ നോക്കാം. ആദ്യം നമ്മുടെ മൊബൈൽ ഫോൺ അപ്പോൾ നമ്മളിത് പഴയ മോഡലായി. ഇനി ഇത് അടയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അലോക്ക് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇവിടെ അലോക്കിൻ്റെ ഈ മോഡൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഇപ്പം ഇത് ലോക്ക് മോഡാണ്. ഇത് അടയത്തില്ല. നമ്മളിത് റിലീസ് ചെയ്ത് ലോക്ക് മോഡിൽ നിന്ന് മാറ്റി അങ്ങനെ ഇരുന്നോ അതുപോലെ നമുക്കിതിന് ബാഗിലോട്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുതിയ ട്രൈപോഡ് അൺബോക്സിങ്ങും അതിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളുമാണ്. അപ്പം എനിക്ക് ഈ ട്രൈപോഡ് കൊള്ളാം. നമുക്ക് ക്യാമറകളൊക്കെ വെച്ച് ഷെയ്ക്കില്ലാതെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മളെ റീൽസും ഫേസ്ബുക്കിലും യൂട്യൂബിലത്തേക്കും ഇൻസ്റ്റയിലത്തേക്കൊക്കെ വേണ്ടി ഈ ഒരൊറ്റ ആൾ മതി നമുക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ട്രൈപോഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.